പ്രൈസ് ദ ലോർഡ്. ഗോഡ് ഈസ് ലവ് വാട്സ്ആപ്പ് കൂട്ടായ്മയുടെ 58ാമത്തെ ഓൺലൈൻ ഫെലോഷിപ്പിലേക്ക് കടന്നു വന്നിട്ടുള്ള ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിലുള്ള ദൈവദാസിദാസന്മാർ, ദൈവമക്കൾ, ഓൺലൈനിലൂടെ ഞങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർ എല്ലാവർക്കും ക്രിസ്തുയേശുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഇന്നത്തെ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമ്മുടെ ദൈവനെ ശുശ്രൂഷയ്ക്കായി കടന്നു വന്നിട്ടുള്ളത് പാസ്റ്റർ അജീഷ് CK ആണ്. പ്രിയ ദേവദാസിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയ ദേവദാസിന്റെ സ്വദേശം കോട്ടയമാണ്. ഇപ്പോൾ ലണ്ടനിലുള്ള ഹാസ്മേർ എന്ന സ്ഥലത്തായിരിക്കുന്നു. അതോടൊപ്പം തന്നെ ന്യൂ ടെസ്റ്റ്മെന്റ് ചർച്ചക്കോട് എന്നറിയപ്പെടുന്ന ദൈവസഭയുടെ അസോസിയേറ്റ് പാസ്റ്ററായിട്ട് കർത്താവിന്റെ രാജ്യത്തിന് വേണ്ടി പ്രിയ ദേവദാസൻ പ്രയോജനപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ എളിയ ക്ഷണം സ്വീകരിച്ചു വന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. ഗോഡ് ഈസ് ലവ് വാട്സ്ആപ്പ് കൂട്ടായ്മയുടെ പേരിലുള്ള സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. ഇന്നത്തെ ദൈവവചന ശുശ്രൂഷ ഓൺലൈനിലൂടെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവർക്കും സൂം പ്ലാറ്റ്ഫോമിലൂടെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവർക്കും ഒരുപോലെ അനുഗ്രഹമായി തീരട്ടെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രിയ ദേവദാസനെ ദൈവവചന ശുശ്രൂഷയ്ക്കായി ക്ഷണിച്ചുകൊള്ളും. കർത്താവിൻ്റെ അതിപരിശുദ്ധമേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ മനോഹരമായ ഈ നല്ല നിമിഷത്തിനായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഗോഡ് ഈസ് ലവ് എന്ന ഈ അനുഗ്രഹീതമായ മീറ്റിങ്ങിൽ സംബന്ധിക്കുന്ന കർത്താവിലേറെ അനുഗ്രഹീതരും ആദരണീയരും അഭിഷിക്തരുമായ എല്ലാ കർത്തൃദാസന്മാർക്കും കൂടി വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വിശേഷാൽ ഇന്ന് രാത്രിയിൽ അനുഗ്രഹീതമായ നിലവാരത്തിൽ ഈ മീറ്റിംഗ് ലീഡ് ചെയ്യുന്ന കർത്താവിൻ്റെ ദാസി സിസ്റ്റർ സിജി ഡെന്നി, എല്ലാവരെയും ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുകയും എൻ്റെ ഇന്ന് രാത്രി എന്നെ വിശേഷ സ്നേഹവന്ദനത്തെ അറിയിക്കുകയും ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. ഒത്തിരി സന്തോഷത്തോടുകൂടി എക്സ്ട്രീംലി ഹാപ്പി ഇന്ന് രാത്രിയിൽ നിങ്ങളോട് ചേർന്ന് സർവകൃപാലുവായ ദൈവമായ കർത്താവിനെ സ്തുതിപ്പാൻ, മഹത്വപ്പെടുത്തുവാൻ ദൈവം നൽകിത്തുന്ന ഈ നല്ല ഭാഗ്യ പദവിക്കായി, ഈ ശ്രേഷ്ഠ പദവിക്കായി കർത്താവിന് സകല മാനവും മഹത്വവും പുകഴ്ചയും ബഹുമാനവും സ്തുതിസ്തോത്രങ്ങൾ ആരാധന കർത്താവിൻ്റെ തൃപ്പാദത്തിൽ ആദരവോടെ ഞാൻ ഈ പ്രാരംഭ നിമിഷം അർപ്പണം ചെയ്യുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രിയിലെ ഈ മീറ്റിംഗ് ഗോഡ് ഈസ് ലവ് പ്രയർ മീറ്റിംഗ് 58th ഇൻ്റർനാഷണൽ ഓൺലൈൻ ഫെലോഷിപ്പ്. നമ്മുടെ ഈ മീറ്റിങ്ങിൻ്റെ പ്രാരംഭ നിമിഷം മുതൽ ഇതുവരെയും ദൈവാത്മാവിൻ്റെ കനത്ത സാന്നിധ്യം നാം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ദാസി സിസ്റ്റർ സിജി ഡെന്നിയെ ഓർത്ത് കർത്താവിന് ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾക്ക് ചില ദിവസങ്ങൾക്ക് മുമ്പ് പരിചയപ്പെടുവാനും ഒരുമിച്ച് ഇന്ന് രാത്രിയിൽ മീറ്റിങ്ങിൽ ഇപ്രകാരമായിരിക്കാൻ ദൈവമായ കർത്താവ് നൽകി തന്ന ഈ നല്ല സാവകാശത്തിന് കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. പ്രൈസ് ദി ലോർഡ്. എന്നെ അറിയാവുന്ന പരിചയമുള്ള അനേക മുഖങ്ങൾ ഇതിൻ്റെ അകത്തുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവരെല്ലാം ഓർത്ത് കർത്താവിന് ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഞാൻ ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്തല്ല. കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ രാജീവ് ജോസ് ആഗ്ര, ആമേൻ, എനിക്ക് വളരെ പ്രിയപ്പെട്ട കർത്തൃദാസനാണ്. ഒത്തിരി സന്തോഷമുണ്ട് കർത്താവിൻ്റെ ദാസനെ കണ്ടതിൽ. അദ്ദേഹം ശുശ്രൂഷിക്കുന്ന ആഗ്രയിൽ കടന്നു പോകുവാനും പ്രൈസ് ദി ലോർഡ് അദ്ദേഹത്തോടും അദ്ദേഹത്തെയും കുടുംബത്തെയൊക്കെ ഞങ്ങൾക്ക് ഒരുമിച്ച് പ്രൈസ് ദി ലോർഡ് കാണുവാനൊക്കെ ശുശ്രൂഷയിലൊക്കെ ആയിരിക്കാൻ ദൈവം അവസരം നൽകിയിട്ടുണ്ട്. കർത്താവിൻ്റെ ദാസന് വിശേഷ വന്ദനം അറിയിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി അങ്ങനെ കർത്താവിൻ്റെ വചനം പ്രസംഗിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന നിരവധി കർത്തൃദാസന്മാർ ഇന്ന് രാത്രിയിൽ ഈ മീറ്റിംഗിൽ സംബന്ധിക്കുന്നു. അവരെല്ലാം ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യണം. എളിയവനായ എനിക്ക് ഇന്ന് രാത്രി അല്പനേരം ദൈവത്തിൻ്റെ വചനം ശുശ്രൂഷിപ്പാൻ ദൈവമായ കർത്താവ് നൽകി തന്ന ഈ നല്ല രാത്രി വേളയ്ക്ക് ഞാൻ സകല മഹത്വം കർത്താവിൻ്റെ തൃപ്പാദത്തിൽ അർപ്പണം ചെയ്യുകയാണ്. പ്രൈസ് ദി ലോർഡ്. കർത്താവ് ഇത്രത്തോളം ഈ മീറ്റിങ്ങിനെ അനുഗ്രഹിപ്പാൻ ഇടയായിത്തീർന്നു. പ്രിയപ്പെട്ടവരുടെ ഹൃദയത്തിൽ നൽകിയ ഒരു ആത്മീയ ദർശനത്തിൻ്റെ അടിസ്ഥാനത്തിൽ 2023 കാലഘട്ടങ്ങളിൽ ഹൃദയത്തിൽ നൽകിയ അതുല്യമായ ദൈവസ്നേഹം, ആ ഒരു ക്യാപ്ഷനെ അവർ അടിസ്ഥാനമാക്കിക്കൊണ്ട് തുടങ്ങിയ ഈ മീറ്റിംഗ് ഇത്രത്തോളം ദൈവം ആദരിച്ചതിനായി, വിശാലമാക്കിയതിന് ഇന്ന് രാത്രിയിൽ നമ്മുടെ കരങ്ങൾ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി കർത്താവ് എല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ. അനുഗ്രഹീതമായ ആത്മീയ ആരാധനയ്ക്ക് നേതൃത്വം നൽകിയ കർത്താവിൽ ഞാൻ ഏറെ സ്നേഹിക്കുന്ന, ബഹുമാനിക്കുന്ന ഇവാഞ്ചലിസ്റ്റ് ബിജു ഡാനിയൽ തിരുവല്ല, അദ്ദേഹത്തെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അദ്ദേഹത്തിൻ്റെ ഒപ്പം കീബോർഡ് പ്ലേ ചെയ്ത കർത്താവിൻ്റെ ദാസനായി സ്തോത്രം ചെയ്യുന്നു. അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ അവരിന്ന് രാത്രിയിൽ വളരെ ആത്മനിറവോടെ, ആത്മശക്തിയോടെ പ്രാപിച്ച ദൈവകൃപയോടെ, ദൈവശക്തിയോടുകൂടെ അനുഗ്രഹീതമായ നിലവാരത്തിൽ ഈ ആത്മീയ ശുശ്രൂഷയിൽ അവരും നല്ലൊരു പങ്കുവഹിപ്പാനിടയായിത്തീരുന്നു. അവരെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. എല്ലാറ്റുമായി കർത്താവിന് നമുക്ക് കരങ്ങൾ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. ഒത്തിരി സന്തോഷമുണ്ട്. ഇന്ന് രാത്രിയിൽ നമ്മൾ ഈ മീറ്റിങ്ങിൻ്റെ തുടക്കം മുതൽ ഒരു വലിയ ദൈവസാന്നിധ്യം നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നുണ്ട്. എത്ര പേർ അനുഭവിക്കുന്ന കരങ്ങൾ ഉയർത്തി കർത്താവിന് സ്തുതിച്ചാട്ടെ. പ്രൈസ് ദി ലോർഡ്. എനിക്കറിയാം സൂം മീറ്റിംഗ് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. എങ്കിൽ തന്നെ ദൈവമക്കളെല്ലാം വളരെ പ്രാർത്ഥനയോടെ, തികഞ്ഞ ദൈവഭക്തിയോടെ, ദൈവാശ്രയ ബോധത്തോടെ ആയിരുന്നാൽ ഞാൻ വിശ്വസിക്കുന്നു ഇന്ന് രാത്രി ഹോളി സ്പിരിറ്റ് ഈസ് ഗോയിങ് ടു സ്പീക്ക് ടു യു. ദൈവത്തിൻ്റെ ആത്മാവ്
ഈ രാത്രി നിങ്ങളോട് സംസാരിപ്പാൻ അവൻ മതിയായ ദൈവമാണ്. വളരെ ശക്തമായി, വ്യക്തമായി, ഹൃദയമായി, വചനത്തിലൂടെ, മാറ്റമില്ലാത്ത വചനത്തിലൂടെ, ജീവനും ചൈതന്യമുള്ള വചനത്തിലൂടെ ഇന്ന് രാത്രി നാം ഓരോരുത്തരോട് സംസാരിപ്പാൻ എനിക്ക് നിങ്ങളെ ആരെയും എല്ലാവരും എനിക്ക് മുൻപരിചയമില്ലെങ്കിലും ഇന്ന് രാത്രി നമ്മുടെ ഹൃദയങ്ങളെയും അന്തരേന്ദ്രിയങ്ങളെയും ശോധന ചെയ്യുന്ന പരിശുദ്ധിയാത്മാവ് ശക്തമായി, വ്യക്തമായി സംസാരിപ്പാൻ എത്ര പേർ ഇന്ന് രാത്രി അധരം ചലിപ്പിച്ച ദൈവത്തിന് പ്രാർത്ഥിക്കും. ജ്ഞാനമായ ഒരു ക്രിസ്തീയ ജീവിതം നയിപ്പാൻ നാം ആഗ്രഹിച്ചാൽ ഇന്ന് രാത്രി ഞാൻ വളരെ സ്പഷ്ടമായി ഈ വചനത്തെ ആസ്പദീകരിച്ചുകൊണ്ട് പറയുന്നു, ദൈവം നമ്മളെ ജയോത്സവമായി നടത്തുവാനിടയായിത്തീരും. പ്രൈസ് ഗോഡ്. നമ്മുടെ പൂർവ്വപിതാക്കന്മാർ പരിശുദ്ധിയാത്മാവിന്റെ നിയോഗത്തിൽ, പരിശുദ്ധിയാത്മാവിന്റെ നടത്തിപ്പ് അവർ ലൈഫിലുണ്ടായിരുന്നു. എന്നാൽ ഈ പുതുതലമുറയിൽ എന്തെന്നില്ലാവോ, നമ്മൾ വലിയൊരു ആത്മീയ മൂലച്യുതി കാണുന്നുണ്ട്. ആത്മാവും വേണ്ട, ആത്മാവിന്റെ നടത്തിപ്പും വേണ്ട. എന്നാൽ ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ സഭയെ നോക്കിക്കൊണ്ട്, ദൈവജനത്തെ നോക്കിക്കൊണ്ട് ഇന്ന് രാത്രി ഈ മീറ്റിംഗ് സംബന്ധിക്കുന്ന ഏവരോടും ദൈവത്തിന്റെ ആത്മാവ് വളരെ വ്യക്തമായി തുടക്കത്തിൽ പറയുകയാണ്, നാം ആത്മാവിനെ അനുസരിച്ച് നടന്നാൽ, ആത്മാവിന്റെ ഹിതപ്രകാരം നടന്നാൽ കർത്താവ് നമ്മൾ എന്ത് ചെയ്യുന്നറിയാമോ, അനുദിനവും ജയകരമായ ഒരു ലൈഫിലേക്ക് നടത്തുവാനിടയായി. എത്ര പേരെ വിശ്വസിക്കുന്നുണ്ട്? കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. ആമേൻ. അങ്ങനെ നമ്മളിവിടെ വായിച്ചു, യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യോർദാൻ വിട്ടു മടങ്ങി, ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നടത്തി. തുടർന്നുള്ള ഭാഗങ്ങളെല്ലാം വായിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. കർത്താവിൻ്റെ ആ ഒരു പ്രൈസലോട് സാധാരണമായിട്ടുള്ളൊരു വലിയ ഏറ്റുമുട്ടൽ നമ്മളിവിടെ കാണുകയാണ്. ആമേൻ. നമ്മുടെ ലൈഫിൽ നമുക്കറിയാം, ദാവീദിൻ്റെ ലൈഫിൽ ഞാൻ ആ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് പെട്ടെന്ന് ഞാൻ ഇതിലേക്ക് വരികയാണ്. ദാവീദ് നമ്മളെല്ലാം നമ്മുടെ ആരാധനാ സമയങ്ങളിലും എല്ലാ ശുശ്രൂഷ വേദികളിൽ എടുത്തു പറയാനുള്ള വ്യക്തിയാണ് ദാവീദ്, അല്ലേ? ഇസ്രായേലിൻ്റെ മധുരഗായകനായിരുന്ന, അനുഗ്രഹീതനായിരുന്ന ദാവീദിനെ പറ്റി നമ്മൾ പറയാത്ത മീറ്റിങ്ങുകളൊന്നുമില്ല. എന്നാൽ ദാവീദിൻ്റെ ലൈഫിൽ ഒരു വലിയ പതനം വന്നപ്പോൾ ദാവീദിന് ഒരു കാര്യം പിടികിട്ടി, എൻ്റെ ആത്മീയ ജീവിതത്തിൽ ദൈവാത്മാവിന് ഹിതമല്ലാത്ത, ദൈവാത്മാവിന് നടത്തിപ്പല്ലാത്ത ഒരു കാര്യം എൻ്റെ ലൈഫിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യുക? 51-ാം സങ്കീർത്തനത്തിൻ്റെ 9-ാം വാക്യത്തിൽ പറയുന്ന ഒരു പദപ്രയോഗമുണ്ട്. എന്തെന്നറിയാവോ? യഹോവയാം ദൈവമേ, താൻ നിലമ്പാട് വീടുകൊണ്ട് ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് പ്രാർത്ഥിക്കുകയാണ്. വളരെ പശ്ചാത്താപത്തോടെ, ഹൃദയനുറുക്കത്തോടുകൂടി താൻ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന വളരെ നമുക്കെന്തെന്നറിയാവോ, അതൊരു വലിയൊരു നമുക്കൊരു വാണിംഗ് ആയിട്ട് തരികയാണ്. താൻ പ്രാർത്ഥിക്കുന്ന ആ പ്രാർത്ഥനയൊന്ന് വായിച്ച് കേൾപ്പിക്കുവാൻ ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. ഇങ്ങനെയാണ് വായിക്കുന്നത്. അതിൻ്റെ 51-ാം സങ്കീർത്തനത്തിൻ്റെ 11-ാം വാക്യമാണ്, നിന്റെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ, നിന്റെ പരിശുദ്ധിയാത്മാവിനെ എന്നിൽ നിന്ന് എടുക്കുകയുമരുതേ, നിന്റെ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണമേ, മനസ്സൊരുക്കമുള്ള ആത്മാവിനാൽ എന്നെ താങ്ങണമേ. പ്രൈസ് ഗോഡ്. അപ്പോൾ ദാവീദിനൊരു കാര്യം പിടികിട്ടി, ഞാൻ പ്രാപിച്ച ദൈവകൃപ. കഴിഞ്ഞ നിമിഷം വരെ ഞാൻ ആത്മാവിൻ്റെ നടത്തിപ്പിലായിരുന്നു, ആത്മാവിൻ്റെ നിയോഗത്തിൽ, ആത്മാവിൻ്റെ നിയന്ത്രണത്തിൽ. ആത്മാവ് എന്നോട് എന്തരുളി ചെയ്യുന്നു അതിന് പ്രകാരമൊക്കെ ഞാൻ ചെയ്തു. എന്നാൽ എൻ്റെ ലൈഫിൽ വലിയൊരു പതനമുണ്ടായി. തനിക്ക് തപ്പി നോക്കിയാണ് ആ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഉള്ളത്തിലുണ്ടോ എന്നുള്ള കാര്യം. ഇന്ന് രാത്രി ദാവീദിനെ പോലെ നമ്മുടെ ജീവിതത്തിൽ ഒരു തപ്പിനോട്ടം, ഒരു തിരിഞ്ഞു നോട്ടം, നമ്മെ തന്നെ പുനർവിചിന്തനം ചെയ്യുവാനിടയായി തീരട്ടെ, ഒന്ന് പരിശോധിക്കുവാനിടയായി തീരട്ടെ. നമ്മുടെ മാനസാന്തരപ്പെട്ട, രക്ഷിക്കപ്പെട്ട, സ്നാനപ്പെട്ട അന്നാളിലെ പരിശുദ്ധിയാത്മാവ് ഇന്നും എൻ്റെ ഉള്ളത്തിലുണ്ടോ, ഈ മൺകൂടാരത്തിലുണ്ടോ എന്നുള്ള കാര്യം ഇന്ന് രാത്രി നാം ഒരുമിച്ചെന്ന് ധ്യാനിക്കുന്നതും ചിന്തിക്കുന്നതും വളരെ നല്ലതാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമ്മൾ മടങ്ങുകയാണ് ലൂക്കോസ് സുവിശേഷം 4-ാം അധ്യായത്തിലേക്ക്. യേശു ആത്മാവിൻ്റെ നിറവിൽ താൻ യോർദാൻ വിട്ടു മടങ്ങി, ആത്മാവ് അവൻ്റെ മരുഭൂമിയിലേക്ക് നടത്തി. അപ്പം ഞാൻ ഇന്ന് രാത്രി ദൈവമക്കളെ നമ്മളെ ആത്മാവ് നടത്തുമോ? ഈ പരിശുദ്ധാത്മാവ് നമ്മളെ നടത്തുമോ? ഇതൊക്കെ നടക്കുന്ന കാര്യങ്ങൾ വല്ലതാണോ? വാസ്തവത്തിൽ ഇന്ന് രാത്രി ദൈവാത്മാവിന് പൂർണ്ണമായി വിധേയപ്പെട്ടാൽ ഇന്ന് രാത്രി വചനത്തിനെ ആസ്പദീകരിച്ചുകൊണ്ട് പറയട്ടെ ദൈവമക്കളെ, ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ ജയോത്സവമായി നടത്തുവാനിടയായിത്തീരും. തുടർന്നുള്ള ഭാഗങ്ങൾ നമ്മുടെ പഠിക്കുമ്പോൾ കാണുന്നുണ്ട്. എന്താണ്? യേശു കർത്താവ് സകലതിനെ എന്ത് ചെയ്യുക? സാത്താൻ്റെ സകല തന്ത്രങ്ങളെ, അവൻ്റെ സകല കെണികളെയും അവൻ്റെ മുമ്പിൽ വെച്ച സകലവിധമായ എല്ലാ അവൻ്റെ ആയുധങ്ങളെ യേശു എന്ത് ചെയ്യണം? തൻ്റെ വചനത്താലും അധികാരത്താലും തകർക്കുന്നതായിട്ട് നമ്മൾ കാണുകയാണ്. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, നാം ആത്മാവിനെ അനുസരിച്ച് നടന്നാൽ
നമുക്ക് സകലതിനെയും ജയിക്കുവാൻ കഴിയും. ഇന്ന് രാത്രി ഞാൻ തുടക്കത്തിൽ പറയുവാൻ ആഗ്രഹിക്കുന്നതാണ്, നാം ആത്മാവിനെ അനുസരിച്ച് നടന്നാൽ സാത്താൻ നമ്മുടെ മുമ്പിൽ വെക്കുന്ന അവൻ കൊണ്ടുവരുന്ന സകല കെണികളെയും സകല പദ്ധതികളെയും പരാജയപ്പെടുത്തി വിജയശ്രീയിൽ ആളിതരായി നമുക്ക് മുമ്പോട്ട് പോകുവാൻ കഴിയും. ഇന്ന് രാത്രി എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഇന്ന് രാത്രി നിങ്ങളുടെ ഉള്ളത്തിൽ ഈ പ്രാർത്ഥന ഉണ്ടാകട്ടെ. ഈ പ്രാരംഭ നിമിഷം മുതൽ ഹല്ലേലൂയ. ഇവിടെ ഇരിക്കുന്നവരെല്ലാം ദൈവമക്കളാണെന്ന് എനിക്കറിയാം, ദൈവദാസന്മാരാണെന്ന് എനിക്കറിയാം. എങ്കിലും പലപ്പോഴും ദൈവാത്മാവിനെ നടത്തിപ്പിനെ നമ്മൾ എന്ത് ചെയ്യണം? ആ മേഖലയിൽ നമ്മൾ വിസ്മരിക്കാറുണ്ട്. ദൈവത്തിൻ്റെ ആത്മാവ് പലപ്പോഴും നമ്മൾ സംസാരിക്കുവാനും ചില ആലോചനകൾ, ചില ദൂതുകൾ കൈമാറി ദൈവത്തിൻ്റെ തിരുഹിതം നമ്മുടെ ലൈഫിൽ വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കുമ്പോൾ പലപ്പോഴും അത് നമ്മൾ മനസ്സിലാക്കാതെ യോനെ പോലെ തർശീസിലേക്ക് യാത്ര ചെയ്യുന്ന അനുഭവങ്ങൾ ഇന്ന് രാത്രി ഉണ്ടെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മൾ പറയുകയാണ്, നമുക്കിന്ന് രാത്രി മീറ്റിംഗ് വന്ന് കർത്താവെ നമ്മളെ പൂർവാധികം സമർപ്പിക്കുവാനിടയായിത്തീരട്ടെ, നമ്മളെ തന്നെ സമ്പൂർണ്ണമായി സമർപ്പിക്കുവാനിടയായിത്തീരട്ടെ. കർത്താവെ ദൈവത്തിൻ്റെ ആത്മാവിനാൽ നടക്കുവാൻ ഞാൻ ആഗ്രഹിക്കുക. എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? ദൈവത്തിൻ്റെ ആത്മാവ് ഇന്നേ വരെ നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ട്, കർത്താവെ എന്നോട് അവിടെ നിന്ന് അരുളി ചെയ്യണമേ, അവിടുത്തെ ആലോചന എന്നെ ഒന്ന് അറിയിക്കണമേ. ആമേൻ. ദൈവത്തിൻ്റെ തിരുമുമ്പാകെ നാം മുഴങ്കാലം അടക്കിയാൽ വാസ്തവത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മൾ സംസാരിപ്പാനിടയായിത്തീരും. അപ്പോൾ ഇവിടെ നമ്മൾ വായിക്കുന്ന ഇപ്രകാരമാണ്. ആ ലൂക്കോസ് സുവിശേഷത്തിൽ നമ്മൾ വായിച്ചു, യേശു എന്ത് ചെയ്തു? ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നടത്തി. ഇപ്പോൾ ദൈവാത്മാവ് നമ്മളെ നടത്തും ദൈവമക്കളെ. അതൊന്നുകൂടെ വാക്യങ്ങൾ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കുവാൻ ആഗ്രഹിക്കുകയാണ്. സമയം വളരെ വേഗത്തിൽ മുമ്പോട്ട് പോകുന്നു. ഇങ്ങനെ വായിക്കുന്നു. ഈ ദൈവാത്മാവിൻ്റെ പ്രത്യേക റോമാലേഖനം 8-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യത്തിൽ നാം വായിക്കണം, ദൈവാത്മാവ് നടത്തുന്ന ഏവരും ദൈവത്തിൻ്റെ മക്കളാണ്. പ്രൈസ് ദി ലോർഡ്. ഒന്ന് ചേർത്ത് പറഞ്ഞാട്ടെ, ദൈവാത്മാവ് നടത്തുന്ന ഏവരും ആരാണ്? ദൈവത്തിൻ്റെ മക്കൾ ആകുന്നു. ആമേൻ. ഇന്ന് രാത്രി ഞാൻ വിശ്വസിക്കുന്നു ഇവിടെ ഇരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും ദൈവത്തിൻ്റെ മക്കളാണ്, ദൈവത്തിൻ്റെ ആത്മാവിനാൽ നയിക്കപ്പെടുന്നവരാണ്. ഹല്ലേലൂയ. അങ്ങനെയുള്ളവരെന്ന് കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവാത്മാവിനാൽ ഇന്ന് രാത്രിയിൽ നടത്തപ്പെടാത്ത, ദൈവാത്മാവിന് വിധേയപ്പെടാത്ത ആരെങ്കിലും ഇന്ന് രാത്രിയിൽ ഈ മീറ്റിംഗിൽ സംബന്ധിക്കുന്നുവെങ്കിൽ കർത്താവിൻ്റെ ആത്മാവ് പറയുന്നു, ആമേൻ, ദൈവാത്മാവിനാൽ നാം നയിക്കുന്നവരും നടത്തുന്നവരുമായി തീരണം. പ്രൈസ് ദി ലോർഡ്. ആരാണ് ദൈവമക്കൾ? യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവരും ദൈവത്തിൻ്റെ മക്കളാകുന്നു. ഇന്ന് രാത്രിയിൽ യേശുവിനെ സ്വീകരിക്കാത്ത, യേശുവിനെ സ്വന്തം രക്ഷിതാവായി കർത്താവായി പിതാവായി ഹൃദയത്തിൽ അംഗീകരിക്കാത്ത ആരെങ്കിലും എന്നെ കേൾക്കുന്നുവെങ്കിൽ നിങ്ങൾക്കുള്ള സുവർണാവസരമാണ് ഈ രാത്രി ഞങ്ങൾ ഒരുക്കി തരുന്നത്. യേശുവിനെ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ശ്രീകോവിലേക്ക് ഒന്ന് വിളിച്ചു വരുത്തിയാട്ട്, ലോർഡ് കം ടു മീ. കർത്താവെ ഇന്ന് രാത്രി എന്നിലേക്കൊന്ന് വരുമാറാകണമേ. നീ രക്ഷിതാവായി കർത്താവായി പിതാവായി നീ എന്നിലേക്കൊന്ന് വരുമാറാകണമേ കർത്താവെ. ഒന്ന് പ്രാർത്ഥിക്കുവാൻ ഇന്ന് രാത്രി തയ്യാറായാൽ ആമേൻ, കർത്താവ് പറയുന്നു, നിങ്ങളും ദൈവാത്മാവിനാൽ നടത്തപ്പെടുന്ന ഒരു വ്യക്തിയായി തീരുകയാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് പറയുകയാണ്, ദൈവാത്മാവ് നടത്തുന്ന ഏവരും ദൈവത്തിൻ്റെ മക്കളാകുന്നു. ആമേൻ. അപ്പോൾ ഒരു വാക്ക് കൂടി രാത്രി വായിക്കട്ടെ. യോഹന്നാൻ സുവിശേഷം അതിൻ്റെ 16-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യത്തിൽ ഞാൻ വേഗത്തിൽ നിന്ന് വായിച്ചു വിടുകയാണ്. ഇങ്ങനെ വായിക്കുന്നു, സത്യത്തിൻ്റെ ആത്മാവ് നമ്മളെ സകല സത്യത്തിലും വഴി നടത്തും. ആമേൻ എന്ന് പറഞ്ഞാട്ടെ, സത്യത്തിൻ്റെ ആത്മാവ് നമ്മളെ സകല സത്യത്തിലും വഴി നടത്തും. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ദൈവാത്മാവ് നമ്മെ വഴി നടത്തും. ഇന്ന് രാത്രി ദൈവാത്മാവിന് കാത് കൂർപ്പിച്ചാട്ടെ, ദൈവാത്മാവ് എന്താണ് എന്നോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത് എന്ന് ഇന്ന് രാത്രിയിൽ നിങ്ങളെന്ന് ഏൽപ്പിച്ചു കൊടുത്താൽ ഞാൻ വിശ്വസിക്കുന്നു ദൈവമക്കളെ, ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് വേണ്ടുന്ന ആലോചനകളും നമുക്ക് വേണ്ടുന്ന എല്ലാവിധമായ മുമ്പോട്ടുള്ള കാര്യങ്ങൾ ദൈവം നമ്മുടെ കാതിൽ ചൊല്ലിത്തന്ന് നമ്മളെ മുമ്പോട്ട് നടത്തുവാനിടയായിത്തീരും. വിശ്വസിക്കുന്നവർ മാത്രം കർത്താവിനെ സ്തുതിപ്പാനിടയായിത്തീരും. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവുള്ള ഏവരും ആരാണ്? ദൈവാത്മാവ് നടത്തുന്ന എല്ലാവരും ദൈവത്തിൻ്റെ മക്കളാകുന്നു. 2, സത്യത്തിൻ്റെ ആത്മാവ് നമ്മെ സകല സത്യത്തിലും വഴി നടത്തും. ആമേൻ. ദുഷ്ടപിശാച് ഭോഷ്കിൻ്റെ ആത്മാവ് നമ്മളെ കൊല്ലാനും അറുപ്പാനും മുടിപ്പാനും നശിപ്പിക്കുവാനും വരുമ്പോൾ ഇന്ന് രാത്രി ദൈവാത്മാവിന് കീഴ്പ്പെട്ടാൽ സകലതിനെ അതിജീവിക്കുവാൻ നമുക്ക് കഴിയുമെന്ന് പറയുകയാണ് ഇന്ന് രാത്രി ദൈവത്തിൻ്റെ വചനം. ആമേൻ. അപ്പോൾ ഈ കൊരിന്ത്യ ലേഖനം 1 കൊരിന്ത്യർ 3-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കും, നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലയോ? ദൈവമക്കൾ എന്ന് പറഞ്ഞാട്ടെ, ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു. പൗലോസ് വളരെ ശക്തമായിട്ട് കൊരിന്ത്യ സഭയോട് പറയും, നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ
അറിയുന്നില്ലയോ? ആമേൻ. ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുന്ന ഒരു മന്ദിർ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ മന്ദിരമാണ് നമ്മുടെ ശരീരം ഓരോരുത്തരും. ആമേൻ. പൗലോസ് അവിടെ തന്നെ പറയുന്ന 1 കൊരിന്ത്യർ 3:16 വായിച്ചത്. 6:19 പറയുന്നു, നാം ആരാണ്? നാം ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുന്ന, ദൈവത്തിൻ്റെ ആത്മാവിനെ നമ്മൾ വഹിക്കുന്ന ആമേൻ ഒരു മൺകൂടാരമാണ് നമ്മുടെ ശരീരം. പ്രൈസ് ഗോഡ്. അതുകൊണ്ട് ഇത് രാത്രി ഞാൻ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തിയോടെ ഈ ദൂത് കൈമാറുവാൻ ആഗ്രഹിക്കും. ദൈവാത്മാവ് നമ്മളെ നടത്തും. ദൈവമക്കളെ, ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ നടത്തും. എങ്ങനെ നടത്തും എന്നറിയാവോ? ദൈവത്തിൻ്റെ ആത്മാവിന് നമ്മൾ പൂർണ്ണമായി വിധേയപ്പെട്ടാൽ. യേശു കർത്താവിയോട് നോക്കിക്കുക, പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി എന്ന് പറഞ്ഞാൽ ദൈവാത്മാവിന് പൂർണ്ണമായി വിധേയപ്പെട്ടുകൊണ്ട് ദൈവാത്മാവിൻ്റെ ഹിതപ്രകാരം സമ്പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുക്കുന്ന അനുഭവം ഇവിടെ കാണുകയാണ്. പലപ്പോഴും ദൈവത്തിൻ്റെ ആത്മാവിന് നമ്മൾ കീഴ്പ്പെടാറുണ്ടോ? പ്രൈസ് ദി ലോർഡ്. ഞാൻ ചോദിക്കുകയാണത്. ഞാൻ ഉൾപ്പെടെ എല്ലാവരോടും ഞാൻ ചോദിക്കുന്നു, പ്രൈസ് ദൈവത്തിൻ്റെ ആത്മാവിനോട് നമ്മൾ കീഴ്പ്പെടാറുണ്ടോ? നാം നമ്മുടെ തന്നിഷ്ടത്തിനും നമ്മൾ പരിശുദ്ധിയാത്മാവിന് ഇവിടെ വായിച്ചു ദൈവാത്മാവ് നടത്തി, നമ്മൾ ദൈവാത്മാവിനെ നടത്തുവാൻ ആഗ്രഹിക്കുക. പ്രൈസ് ദൈവാത്മാവ് നമ്മെ നടത്തുവാൻ നമ്മുടെ സമീപത്തേക്ക് നമ്മുടെ തിരികെ പ്രകാരം നമ്മുടെ ഇഷ്ടപ്രകാരം നടത്തുവാനാകും. അതല്ലേ നമ്മുടെ ലൈഫിലെ വലിയ പരാജയം. പ്രൈസ് ദി ലോർഡ്. മകനെ മകളെ എന്ന് പറഞ്ഞുകൊണ്ട് ഇതുവഴി നടക്കുക എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ദൈവത്തിൻ്റെ തിരിഹിത പ്രകാരം നമ്മളെ നടത്തുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് അനുദിനം നമുക്കൊരു ഒരു നിയോഗം നൽകുമ്പോൾ പലപ്പോഴും അത് നമ്മൾ പുറംകാലം കൊണ്ട് തട്ടിക്കളഞ്ഞ് നാം നമ്മുടെ തന്നിഷ്ടപ്രകാരം നമ്മുടെ ഇഷ്ടപ്രകാരം നമ്മുടെ ബുദ്ധിക്ക് യുക്തിക്കും എന്ത് തോന്നുമോ അതിന് പ്രകാരം നടക്കുന്നത് കൊണ്ടല്ലേ ലൈഫിൽ വലിയ പരാജയം ഉണ്ടാകുന്നത്. എന്നാൽ ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ഇവിടെ നമ്മൾ വായിച്ച നമ്മുടെ പ്രകാരമാണ്. യേശു ദൈവാത്മാവിനാൽ അവൻ നടത്തി. ആമേൻ. ഇവിടെ നമ്മൾ വായിക്കുന്നു ഈ ലൂക്കോസ് സുവിശേഷം തന്നെ 4-ാം അധ്യായത്തിൻ്റെ വേഗത്തിൽ വായിച്ചു വിടുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. സമയം വളരെ മുമ്പോട്ട് പോകുന്നു. ഇങ്ങനെയാണ് വായിച്ചത്. ഈ 4-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യത്തിൽ നിങ്ങൾ വായിച്ചോ? യേശു അവനോട്, നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്ന് അരുളി ചെയ്തിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. അങ്ങനെ പിശാച് സകല പരീക്ഷയും തികച്ച ശേഷം കുറെ കാലത്തേക്ക് അവനെ വിട്ടുമാറി. വായിച്ചോ? നിങ്ങൾ വായിച്ചോ? ഇപ്പൊ പിശാച് എന്താണ്? അങ്ങനെ പിശാച് സകല പരീക്ഷയും തികച്ച ശേഷം കുറെ കാലത്തേക്ക് അവനെ വിട്ടുമാറി. പ്രൈസ് ദി ലോർഡ്. വലിയ തന്ത്രങ്ങളായി യേശുവിന്റെ മുമ്പാകെ വന്ന പിശാച് എന്ത് ചെയ്തു? ഇവിടെ വായിക്കുന്നതാണ്, അവൻ കുറെ കാലത്തേക്ക് അവനെ വിട്ടുമാറി. അടുത്ത വാക്യം നിങ്ങൾ വായിച്ചോ? 14-ാം വാക്യം. യേശു ആത്മാവിന്റെ ശക്തിയോടെ ഗലീലയ്ക്കു മടങ്ങിച്ചെന്നു. പ്രൈസ് ദി ലോർഡ്. അവന്റെ ശ്രുതി ചുറ്റുമുള്ള നാട്ടിലൊക്കെയും പരന്നു. ഇവിടെ നിങ്ങൾ വായിച്ചോ? യേശു ആത്മാവിന്റെ ശക്തിയോടെ ഒരിടത്ത് സാത്താൻ പരാജയപ്പെട്ട് തലകുലിച്ച് അവൻ പിന്മാറിയപ്പോൾ മറ്റൊരു ഭാഗത്ത് നമ്മൾ വായിക്കുന്നു യേശു തല ഉയർത്തി. ആമേൻ. യേശു ആത്മാവിന്റെ ശക്തിയോടെ അവൻ ഇതാ ഗലീലയിലേക്ക് മടങ്ങി വരികയാണ്. ഇന്ന് രാത്രി ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത് ഇതിന്റെ എല്ലാം കാരണം എന്തെന്നറിയാമോ? ദൈവാത്മാവിന് വിധേയപ്പെട്ട നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശുവിനെ കാണുകയാണ്. ദൈവാത്മാവ് എന്തരുളി ചെയ്തുവോ അതിന് പ്രകാരം താൻ കാൽച്ചുവടുകൾ വെക്കുകയാണ്. ഇന്ന് രാത്രി എത്ര പേർക്ക് ആഗ്രഹമുണ്ട് സാത്താന്റെ മുമ്പിൽ തലകുനിക്കുവാനല്ല, പരാജയപ്പെടുവാനല്ല. നമ്മൾ എന്താണ് തലകുനിക്കുവാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്, പിന്നെയോ നാം തല ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കർത്താവിന്റെ ഉത്തമ സാക്ഷികളായി നമുക്ക് ഓരോരുത്തർക്കും ദേശത്ത് തിളങ്ങി നിൽപ്പാനിടയായി തീരട്ടെ. ഇവിടെ വായിക്കുന്നു, ആത്മാവിന്റെ ശക്തിയോടെ അവൻ ഗലീലയിലേക്ക് മടങ്ങി. ദൈവമക്കളെ, ഇന്ന് രാത്രിയിൽ നമ്മളോട് ഹോളി സ്പിരിറ്റ് പറയുകയാണ്, നമുക്കൊന്നുകൂടെ മടങ്ങി വരുവാനിടയായി തീരട്ടെ. കർത്താവേ, അവിടുത്തെ ആത്മാവ് നടത്തുന്നത് പോലെ നടക്കുവാൻ ഞാൻ ആഗ്രഹിക്കുക. എൻ്റെ ഇഷ്ടപ്രകാരം ഞാൻ ഇന്നയോളം ഞാൻ എൻ്റെ ഇഷ്ടപ്രകാരം എൻ്റെ തന്നിഷ്ടപ്രകാരം ഞാൻ നടന്നു. എന്നാൽ കർത്താവേ, പലപ്പോഴും ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് അരുളി ചെയ്യുന്നത് പലപ്പോഴും ഞാൻ ചെയ്യാറില്ല. ഒരുപാട് കാര്യങ്ങൾ എനിക്ക് വചനത്തിൽ നിന്ന് എടുത്തു പറയുവാനുണ്ട്. എന്നാൽ സമയത്തിൻ്റെ പരിധിയോട് ചില കാര്യങ്ങൾ ഓർപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കും. അപ്പോൾ ഇന്ന് രാത്രി നമ്മുടെ ചിന്ത ഇങ്ങനെയായിരിക്കണം, ദൈവത്തിൻ്റെ ആത്മാവ് നടത്തുന്നത് പോലെ നടക്കുവാൻ ഞാൻ ആഗ്രഹിക്കുക. പ്രൈസ് ഗോഡ്. നമുക്കറിയാമല്ലോ ഗലാത്യ ലേഖനം അതിൻ്റെ 6-ാം അധ്യായത്തിൻ്റെ ഇങ്ങനെയാണ് വായിക്കുന്നത്. 5-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യത്തിൽ പ്രകാരം വായിക്കുന്നു. ഗലാത്യ ലേഖനം 5:16. ആത്മാവിനെ അനുസരിച്ച് നടപ്പിൻ. പൗലോസിന്റെ സകല ലേഖനങ്ങളിൽ വളരെ ശക്തമായി വ്യക്തമായി പൗലോസ് പ്രസ്താവിക്കുന്നൊരു കാര്യമുണ്ട്, നമ്മൾ ആത്മാവിനെ ദുഃഖിപ്പിക്കരുത്. നമ്മൾ എന്ത് ചെയ്യണം? ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നവരായി തീരണം. പ്രൈസ് ദി ലോർഡ്. തൃത്വത്തിൽ മൂന്നാമനായ പരിശുദ്ധ ആത്മാവ്
ആമേൻ. അവനെ അനുസരിച്ച് നാം നടന്നാൽ, പൗലോസ് പറയും, എന്നാൽ നിങ്ങൾ ജഡത്തിൻ്റെ മോഹം നിവർത്തിക്കയില്ല എന്ന് ഞാൻ പറയുന്നു. ആമേൻ. ജഡാഭിലാഷം ആത്മാവിനും ആത്മാഭിലാഷം ജഡത്തിനും വിരോധമായിരിക്കുന്നു. നിങ്ങൾ ഇച്ഛിക്കുന്നത് ചെയ്യാതെ വണ്ണം അവ തമ്മിൽ പ്രതികൂലമല്ലോ. ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നു എങ്കിൽ നിങ്ങൾ ന്യായപ്രമാണത്തിന് കീഴുള്ളവരല്ല. ദൈവമക്കളെ, ഇന്ന് രാത്രിയിൽ നമുക്കറിയാം, കാലമേറയില്ല, കാഹളം നാം കേൾക്കാറായി, കാന്തൻ വരാറായി, നാമും പോകാറായി. യേശു ക്രിസ്തുവിൻ്റെ വരവ് അത് ദ്രുതഗതിയിൽ ആസന്നമായിരിക്കും. ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് രാത്രിയിൽ അവൻ നമ്മളോട് അരുളി ചെയ്യുന്ന, നമ്മെ ഒരുക്കുന്ന, നമ്മെ സകല സത്യത്തിലും വഴി നടത്തുന്ന, പാപത്തെക്കുറിച്ച്, നീതിയെക്കുറിച്ച്, ന്യായവിധിയെക്കുറിച്ച് ലോകത്തിൻ്റെ ബോധം വരുത്തി തന്ന് നമ്മളെ അങ്ങ് സ്വർഗോന്നതങ്ങളിൽ എത്തുവാൻ, നിത്യത്തിൽ എത്തിക്കുവാൻ ഹോളി സ്പിരിറ്റ് നമ്മോട് കൂടെയുണ്ട്. ആ ദൈവത്തിൻ്റെ ആത്മാവ് ഈ രാത്രി പറയുന്നു, നമുക്കെന്ത് ചെയ്യാം? ഒന്ന് മടങ്ങി വരുവാനിടയായി തീരട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അല്പവും അനുഗ്രഹങ്ങളും നന്മകളും ഉയർച്ചകളൊക്കെ നമ്മുടെ ലൈഫിൽ ലഭിക്കുമ്പോൾ പലപ്പോഴും ദൈവാത്മാവ് എന്താണ് എന്നോട് സംസാരിക്കുന്നത്, ദൈവത്തിൻ്റെ തിരിഹിതം എന്താണ്, ദൈവാത്മാവ് എന്താണ്, എന്നെ എങ്ങനെയാണ് നടത്തുവാൻ ആഗ്രഹിക്കുക, അതെല്ലാം നമ്മൾ മറന്നു പോകുവാറുണ്ട്. അത് വലിയൊരു കാര്യമാണ് ഓൾഡ് ടെസ്റ്റ്മെൻറ്റിൽ നമ്മൾ പഠിക്കുമ്പോൾ കാണുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇറങ്ങിയത് ദൈവത്തിൻ്റെ ശബ്ദം കേട്ട, എന്നാൽ എന്താണെന്നറിയാമോ, വഴിത്തലക്കിലെല്ലാം പെട്ടുപോയി. ദൈവത്തിൻ്റെ ഹിതമോ ദൈവത്തിൻ്റെ ആലോചനയോ മനസ്സിലാക്കാതെ ദൈവമക്കൾ എന്താണ്, തിത്തർപിത്തറോകയ, അവരെല്ലാം തകർന്നു പോയെന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ വായിക്കുന്നു. ഇന്ന് രാത്രി നമ്മൾ തകരുവാൻ, തളരുവാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. പിന്നെയോ അശുഭതുറമകത്ത വിജയ സോപാനത്തിലെ പ്രത്യാശയുടെ തീരത്ത് നാം എല്ലാം എത്തണമെന്ന ദൈവത്തിൻ്റെ വലിയ ഒരു പദ്ധതിയാകിയാൽ നമ്മുടെ ഉള്ളിൽ, ഈ മൺകൂടാരത്തിൽ, ഈ ശരീരത്തിൽ, ഈ ബലഹീനമായ ശരീരത്തിൽ ദൈവത്തിൻ്റെ ആത്മാവിനെ ദൈവം നൽകി തന്ന കേവലം അന്യഭാഷകളും ഉച്ചൈസ്വര ദൈവത്തെ സ്തുതിക്കുവാൻ മാത്രമല്ല, പിന്നെന്തറിയോ, നമ്മളെ സകല സത്യത്തിലും വഴി നടത്തി ആ രാജ്യത്തെത്തുവോളം, ആ തീരത്തെത്തുവോളം, ആ ശുഭതുറമകത്തെത്തുവോളം നമ്മെ നിലനിർത്തുവാൻ ദൈവത്തിൻ്റെ ആത്മാവിനെ നമ്മുടെ ഈ മൺകൂടാരത്തിൽ, ഈ മന്ദിരത്തിൽ ദൈവം ആക്കി വെച്ചിരിക്കും. അതുകൊണ്ട് ദൈവമക്കളെ, ഇന്ന് രാത്രി ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു, നമുക്കും വീണ്ടും എന്ത് ചെയ്യാം? ദൈവാത്മാവ് എന്താണെന്നാണ് നമ്മൾ സംസാരിക്കുന്നത് അത് മനസ്സിലാക്കി ദൈവത്തിൻ്റെ തിരിഹിതപ്രകാരം നടക്കുവാനിടയായി തീരട്ടെ. പ്രൈസ് ദി ലോർഡ്. ഇവിടെ വായിക്കുന്നു, ആത്മാവിനെ അനുസരിച്ച് നടപ്പിൻ, എന്നാൽ നിങ്ങൾ ജഡത്തിൻ്റെ മോഹം നിവർത്തിക്കയില്ല. പൗലോസിൻ്റെ സകല ലേഖകളിൽ ഇത് തന്നെ പറയുന്നത്, നമ്മൾ ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നവരായിത്തീരണം. പ്രൈസ് ദി ലോർഡ്. വിശുദ്ധ വേദപുസ്തകത്തിൽ അപ്പോസ്തല പ്രവൃത്തികളൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്. എന്നതറിയാമോ, യേശുക്രിസ്തുവിൻ്റെ കൂടെ 12 ശിഷ്യന്മാർ തട്ടിമുട്ടി ഉരുമി നടന്നു. അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളൊക്കെ അവർ കണ്ടു. എങ്കിലും ലൈഫിൽ എന്തെന്നറിയാമോ, ഹോളി സ്പിരിറ്റുമായിട്ടൊരു വലിയ അഭേദ്യമായ ബന്ധമില്ല. അവർ കാഴ്ചക്കാരായി, കേൾവിക്കാരായി. അവർ 3.5 വർഷക്കാലം യേശു ക്രിസ്തുവിൻ്റെ കൂടെ നടന്നെങ്കിലും യേശു അവസാന നിമിഷം പറഞ്ഞു, നമ്മുടെ ശുശ്രൂഷയുടെ അല്ലെങ്കിൽ ടൈം അവസാനിക്കുന്നതുകൊണ്ട് വേഗത്തിൽ ഞാൻ അതിലേക്ക് വരികയാണ്. ദൈവമക്കൾ, ഇന്ന് രാത്രിയിൽ യേശു തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞൊരു കാര്യമുണ്ട്. എന്തെന്നറിയാമോ, നിങ്ങൾ പരിശുദ്ധാത്മാവ് ലഭിക്കുവോളം, അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായത്തിൽ കാണുന്നു, യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിച്ചു, എന്നാൽ ഏറെ നാൾ കഴിയും മുമ്പേ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിനാൽ സ്നാനം ലഭിക്കും. നിങ്ങൾ എന്ത് ചെയ്യണം? അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യമാണല്ലോ ഇങ്ങനെ വായിക്കുന്നത്, എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദയിൽ എല്ലായിടത്തും ശബരിയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളായി തീരുമെന്ന് കർത്താവ് ഈ തിരുവായി മൊഴിഞ്ഞ് യേശു സ്വർഗാരോഹണം ചെയ്യുവാനിടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. എന്താണ് കർത്താവ് പറഞ്ഞത്? എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദയിൽ എല്ലായിടത്തും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളായിത്തീരും. നിങ്ങൾ ഇനി നടക്കേണ്ടത് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ തിരികതപ്രകാരമാണ്. ഇനി അഭ്യാസമൊന്നും നടക്കത്തില്ല കേട്ടോ. എൻ്റെ കൂടെ 3.5 വർഷക്കാലം തട്ടിമുട്ടി ഉരുമി നടന്ന അത്ഭുതങ്ങളും അടയാളങ്ങളെല്ലാം കണ്ട് ഇനി ഈ കളി നടക്കത്തില്ല. ഇനി നിനക്ക് എന്ത് ചെയ്യണം? നിങ്ങൾ ഓരോരുത്തരും വില കൊടുക്കണം. ദൈവസന്നിധിയിൽ എന്ത് ചെയ്യണം? കാത്തിരിക്കണം, പ്രാപിക്കണം. ആത്മാവിൻ്റെ നടത്തിപ്പ് ലൈഫിലില്ലാതെ ശുശ്രൂഷയ്ക്ക് മുമ്പോട്ട് പോകാൻ കഴിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. യേശു കർത്താവിൻ്റെ ശുശ്രൂഷ കർത്താവ് ആരംഭിച്ചത് ആത്മാവിൻ്റെ നിയോഗത്തോടെ, ആത്മാവിൻ്റെ നടത്തിപ്പോടുകൂടിയാണെങ്കിൽ അതെല്ലാം കണ്ട ശിഷ്യന്മാർക്ക് ഒരു കാര്യം മനസ്സിലായി, ഞങ്ങളുടെ ഈ കളി കൊണ്ട്, ഈ അഭ്യാസം കൊണ്ട് ഞങ്ങൾക്ക് ശുശ്രൂഷ തികയ്ക്കുവാൻ, ചെയ്തെടുക്കുവാൻ സാധ്യമല്ല. ആത്മാവിന് കീഴ്പ്പെടണം, ആത്മാവിന് വിധേയപ്പെടണം. ആമേൻ. ഇങ്ങനെയാണ് വായിക്കുന്നത്. അപ്പോസ്തല പ്രവൃത്തി അതിൻ്റെ 1-ാം അധ്യായത്തിൽ വായിക്കുന്നു, ഏകദേശം 120 പേരടങ്ങുന്ന ഒരു സംഘം മർക്കോസിൻ്റെ മാളിക മുറിയിൽ അവർ പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരിപ്പാനിടയായി തീർന്നു. ആമേൻ. ഒരു ദിവസം കഴിഞ്ഞ്, 2 ദിവസം കഴിഞ്ഞ്, 3 ദിവസം കഴിഞ്ഞ്, 10-ാം ദിവസം അവർ പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ മേൽ എഴുന്നള്ളി വരുമാറാകണമേ. ആമേൻ. ആ പ്രാർത്ഥനയോടുകൂടി ഇരുന്നപ്പോൾ നമുക്കറിയാം, ചരിത്രം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് വേഗത്തിൽ പറയട്ടെ. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്ന പ്രകാരം
പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്നു. പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ ആകാശത്തു നിന്നൊരു മുഴക്കമുണ്ടായി. അവർ ഇരുന്നിരുന്ന വീട് മുഴുവനും നിറച്ചു. അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി. അവരിൽ ഓരോരുത്തരുടെ മേൽ പതിഞ്ഞു. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി. ആത്മാവ് ഉച്ചരിപ്പാ നൽകിയതുപോലെ അന്യഭാഷകളിൽ അവർ സംസാരിച്ചു തുടങ്ങി. ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്തൊരു ആത്മസാന്നിധ്യം അവൻ ദൈവജനത്തിന്റെ മേൽ നിഴലിട്ടപ്പോൾ, അവരുടെ മേലെ വന്ന് അധിവസിച്ചപ്പോൾ, അവർ ശക്തിയോടെ അവൻ നാവെടുത്ത് ഉച്ചൈസ്തുരം ദൈവത്തെ സ്തുതിപ്പാനിടയായി തീർന്നു. ചില നിമിഷങ്ങൾ വായികളെ തുറന്ന് കർത്താൻ സ്തുതിച്ചാട്ടെ. ആ മേഖല മസിൽ പിടിച്ചിരിക്കാൻ ഇന്ന് രാത്രി അധരം തുറന്ന് പ്രാപിച്ച ദൈവകൃപയോടെ ദൈവശക്തിയോടുകൂടെ എത്ര ദൈവമക്കൾക്ക് ഇന്ന് രാത്രിയില്ല ദൈവത്തെ സ്തുതിക്കുവാൻ കഴിയുന്നുണ്ട്. കർത്താവേ, അവിടുത്തെ അഭിഷേകം എൻ്റെ മേൽ പകർന്നതിനായി കർത്താവിനെ സ്തുതിക്കുകയാണ്. ദൈവമക്കളെ, അങ്ങനെ കാത്തിരുന്ന് എല്ലാവരുടെ മേൽ അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യത്തിൽ എന്ന അമ്മയെ കാത്തിരുന്ന് എല്ലാവരുടെ മേൽ പരിശുദ്ധാത്മാവ് വരുവാനിടയായി തീർന്നു. ആമേൻ. അന്നേരം ഒരു കാര്യം പിടികിട്ടിയത്, ഈ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ നടത്തിപ്പും ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ നിയോഗമൊക്കെ ലൈഫിൽ ഇങ്ങനെയാണ് ഉണ്ടാകുന്നത്. ദൈവമക്കളെ, ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ആരെങ്കിലും പ്രൈസലോ ഈ ദൈവത്തിൻ്റെ പ്രൈസലോ ആത്മാവിൻ്റെ നിയോഗത്തിലേക്ക് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ആ ഒരു അനുഭവത്തിലേക്ക് കടന്നു വരാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി ഹോളി സ്പിരിറ്റ് സ്പീക്ക് ടു യു. ഇന്ന് രാത്രി ദൈവത്തിൻ്റെ ആത്മാ പറയുന്നു, നിങ്ങൾക്ക് ദൈവസന്നിധിയിലേക്ക് എന്ന് ഏൽപ്പിച്ചു കൊടുക്കുന്ന രാത്രിയായി തീരുമാറാകട്ടെ. ഹല്ലേലൂയ. ഞാൻ വേഗത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ യേശുവിനെ യേശുക്രിസ്തുവിൻ്റെ കൂടെ നടന്ന ശിഷ്യന്മാർ അപ്പോസ്തലന്മാരെല്ലാം ആത്മശക്തിയോടെ ആത്മനിറവോടുകൂടി എന്ത് ചെയ്തു? കർത്താവിന് വേണ്ടി അവരെല്ലാം എഴുന്നേറ്റ് നിന്നു. അവർക്കൊരു കാര്യം പിടി കിട്ടി. നമ്മുടെ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ നടത്തിപ്പിന് വേണ്ടി അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഹിതപ്രകാരം നമ്മൾ യാത്ര ചെയ്യണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ കർത്താവിൻ്റെ ആത്മാവ് നമ്മൾ പറയുന്നത് യേശു ആത്മാവിനെ അനുസരിച്ച് അല്ലെങ്കിൽ ആത്മാവിനെ അവനെ നടത്തി നമ്മൾ വായിച്ചു. ഇന്ന് രാത്രി എത്ര പേർക്ക് ആഗ്രഹമുണ്ട് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഹിതപ്രകാരം നടക്കുവാൻ? ദൈവമക്കളെ, പ്രൈസ് നമ്മുടെ ജീവിതത്തിലെ പല പരാജയങ്ങൾക്കും കാരണം അതല്ലേ? ഹോളി സ്പിരിറ്റ് നമ്മൾ പറഞ്ഞു, നോ, ഡോണ്ട് ഡു ലൈക്ക് ദാറ്റ്. ദൈവത്തിൻ്റെ ആത്മാവ് നീ അങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞപ്പോൾ പലപ്പോഴും നമ്മൾ എന്ത് ചെയ്തു? നാം നമ്മുടെ ബുദ്ധി നാം ആശ്രയിച്ചു. ഹല്ലേലൂയ. നമ്മുടെ യുക്തി നാം ആശ്രയിച്ചു. ആമേൻ. പലപ്പോഴും നമ്മുടെ ലൈഫിൽ പരാജയങ്ങൾ നമ്മൾ കൈവരിച്ചു വരെങ്കിൽ ഇന്ന് രാത്രി കർത്താവ് പറയുന്നു, കം ബാക്ക്. ഇന്ന് രാത്രി മടങ്ങി വരുവാനിടയായി തീരട്ടെ. ആമേൻ. അങ്ങനെ നമ്മൾ വായിക്കുന്ന ഇപ്രകാരമാണ്. അവർക്ക് ഒരു കാര്യം മനസ്സിലായി, നമ്മുടെ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ആ നിയോഗത്തിൽ നടന്നെങ്കിൽ മാത്രമേ ഈ ശുശ്രൂഷയെ നമുക്ക് വിജയിക്കാൻ പറ്റത്തുള്ളൂ. ദൈവമക്കളെ, ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ഈ ക്രിസ്തീയ ജീവിതം ധന്യമായ അനുഗ്രഹമായി ഒരു ജയകരമായ ഒരു ക്രിസ്തീയ ജീവിതം നയിക്കണമെങ്കിൽ നാം ആത്മാവിന് വിധേയപ്പെട്ടെങ്കിലേ പറ്റത്തുള്ളൂ. ഇന്ന് രാത്രി എനിക്കറിയാം ഇവിടെ ഇരിക്കുന്ന എല്ലാ ദൈവദാസന്മാരും ദൈവമക്കളുമാണ്. എങ്കിലും പലപ്പോഴും നമ്മുടെ ലൈഫിൽ വരുന്നതെന്നറിയാവോ? പ്രൈസ് ദി ലോർഡ്. ഇങ്ങനെയുള്ള ഈ പരാജയങ്ങളാണ്. അനന്യാസിനെ സഫീറയെ പോലെ പലപ്പോഴും ദൈവാത്മാവ് ഒരു ഭാഗത്തു നമ്മളോട് സംസാരിക്കുമ്പോൾ നമ്മളതിനെ പുറംകാലം കൊണ്ട് തട്ടിമാറ്റി. പ്രൈസ് ദി ലോർഡ്. നാം നമ്മുടെ യുക്തിക്കും ബുദ്ധിക്കും അനുസരിച്ച് യാത്ര ചെയ്യുമ്പോൾ പരാജയമല്ലേ നമ്മുടെ ലൈഫിൽ സംഭവിക്കുന്നത്? ആമേൻ. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഇന്ന് രാത്രിയിൽ ദൈവത്തിൻ്റെ ആത്മാവ് വളരെ ശക്തമാണ് നമ്മോട് പറയുകയാണ്, നമുക്കും ഈ 58ാമത്തെ ഗോഡ് ഈസ് ലവ് പ്രയർ മീറ്റിങ്ങിൽ, ഈ 58ാമത് ഇൻ്റർനാഷണൽ ഓൺലൈൻ മീറ്റിങ്ങിൽ നമുക്കൊരു സമർപ്പണം ഉണ്ടാകട്ടെ. ഇതിന് ശേഷം അനേക പ്രിയപ്പെട്ടവർ ഈ മീറ്റിംഗ് കാണുമ്പോഴും അവരുടെ ലൈഫിലും വലിയൊരു വ്യതിയാനം ഉണ്ടാകട്ടെ. ദൈവമക്കളെ, പ്രൈസ് ഒരുപാട് പ്രസംഗിച്ചുകൊണ്ട് വലിയ അർത്ഥമുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. എന്നാൽ ഇന്ന് രാത്രി നമ്മുടെ ലൈഫിൽ ഒരു സമർപ്പണം ഉണ്ടാകും, ഒരു ഡെഡിക്കേഷൻ ഉണ്ടായാൽ ദൈവം നമ്മളെ പണിതെടുത്ത് കൊള്ളാവുന്ന ഒരു മാനപാത്രമാക്കി തീർക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ വായിക്കുന്ന ഇപ്രകാരമാണ്, അവരെന്ത് ചെയ്തു? ആത്മാവിൻ്റെ ശക്തിയോടുകൂടെ അവർ കർത്താവിൻ്റെ വേല ചെയ്തപ്പോൾ ഒരു കാര്യം ഒരു വേണ്ടി അവർ ദൈവാത്മാവ് എന്താണ് ഞങ്ങളോട് സംസാരിക്കുന്നത്, ദൈവത്തിൻ്റെ ആത്മാവ് എന്താണ് ഞങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്, ദൈവാത്മാവ് എങ്ങനെയാണ് ഞങ്ങളെ നടത്തുവാൻ ആഗ്രഹിക്കുന്നത് ഇതൊന്നും ഇവർക്ക് ഇതിനെപ്പറ്റി വലിയ കാര്യമായ എന്താണെന്നറിയാവോ? കാഴ്ചപ്പാടോ അല്ലെങ്കിൽ അനുഭവങ്ങളോ ഒന്നുമില്ല. എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവോട് പറയുന്നൊരു കാര്യമുണ്ട്. ഇങ്ങനെ പറഞ്ഞത് അപ്പോസ്തല പ്രവൃത്തി 16-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്ന പ്രകാരം ഒരുപാട് വാക്യങ്ങളുണ്ടെങ്കിൽ ഞാൻ വേഗത്തിൽ 1-2 വാക്യങ്ങൾ വായിച്ചു വരാം. അവർ ആസ്യയിൽ വചനം പ്രസംഗിക്കരുതെന്ന് പരിശുദ്ധാത്മാവ് വിലക്കുകയാൽ ഫ്രുഗ്യയിലും ഗലാത്യദേശത്തിലും കൂടി സഞ്ചരിച്ചു. പ്രൈസ് ദി ലോർഡ്. ഇവിടെ വായിക്കുന്നു, അവർ ആസ്യയിൽ വചനം പ്രസംഗിക്കരുതെന്ന് ആര് പറഞ്ഞു? പറഞ്ഞട്ടെ, ഹോളി സ്പിരിറ്റ് പറഞ്ഞു. ആമേൻ. ഇന്ന് രാത്രി ദൈവത്തിൻ്റെ ആത്മാവെന്താണ് നമ്മളെ നടത്തുന്ന വിധങ്ങളെന്ന് ഓർക്കണം ദൈവമക്കളെ. പ്രൈസ് ദി ലോർഡ്. ഇവിടെ പറയാണ്, അഭിഷിക്തന്മാരോട് പറയാണ്, നിങ്ങൾ ആസ്യയിൽ വചനം പ്രസംഗിക്കരുത്. പ്രൈസ് ദി ലോർഡ്. അടുത്ത വാക്യം നമ്മൾ വായിക്കുന്ന ഇപ്രകാരമാണ്,
7-ാം വാക്യം വായിക്കുന്നു, മൂസിയിലെത്തി വിധിന്നയ്ക്ക് പോകുവാൻ ശ്രമിച്ചു. യേശുവിൻ്റെ ആത്മാവോ അവരെ എന്ത് ചെയ്തില്ല? സമ്മതിച്ചില്ല. ദൈവമക്കളെ, ഇന്ന് രാത്രി നമുക്ക് ഇതൊക്കെ ഒരു താല്പര്യമുണ്ടോ? ഇങ്ങനത്തെ ഒരു നടത്തിപ്പിന് വേണ്ടി എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ട്? പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്. കാര്യങ്ങൾ ഉയർത്തി കർത്താവിനെ ഒരിക്കൽ കൂടെ നമുക്കൊന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്. ഇന്ന് രാത്രി കർത്താവിൻ്റെ ആത്മാവ് നമ്മോട് സംസാരിക്കുന്നതെന്നറിയാമോ? ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ തിരുഹിത പ്രകാരം നമുക്കിന്ന് രാത്രി ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുവാനിടയായി തീരട്ടെ. ഞാൻ പറഞ്ഞ പോലെ എനിക്ക് സമയത്തിൻ്റെ ഒരു ചെറിയ ഇത് തരണം. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. ദൈവമക്കളെ, ഇവിടെ നമ്മൾ വായിക്കുന്ന പ്രകാരമാണ്. ദൈവത്തിൻ്റെ ആത്മ പറഞ്ഞു, നിങ്ങൾ എന്തെരുത്? ആസിയിൽ വചനം പ്രസംഗിക്കരുത്. അടുത്ത വാക്യം പറയാണ്, യേശുവിൻ്റെ ആത്മാവോ അവരെ സമ്മതിച്ചില്ല. പ്രൈസ് ലോർഡ്. എന്നാൽ അടുത്ത ചില ഭാഗങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് അവരെ നടത്തുന്ന വിധങ്ങൾ നമ്മൾ കാണുകയാണ്. അപ്പോൾ ഇന്ന് രാത്രി എത്ര പേർക്ക് ആഗ്രഹമുണ്ട് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ നടത്തിപ്പിനായി ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുവാൻ? ദൈവം നമ്മുടെ ശുശ്രൂഷയുടെ തലങ്ങളെ മാറ്റുവാൻ ആഗ്രഹിക്കുന്നു. ഒരു ഏലിയാവിനെ പോലെ ഇന്ന് രാത്രിയിൽ ഹോളി സ്പിരിറ്റ് ഏലിയാവിനെ ദൈവത്തിൻ്റെ ആത്മാവ് എടുത്തുകൊണ്ടുപോയി നമ്മൾ വായിക്കുക. ദൈവാത്മാവ് എങ്ങോട്ടാണോ എന്ന് പറഞ്ഞാൽ ഏലീശയ്ക്കൊരു കാര്യം അറിയാം, ഏലീശയുടെ മറ്റ് ശിഷ്യന്മാർക്കൊരു കാര്യം അറിയാം, ഏലിയാവിനെ പിടികിട്ടത്തില്ല. ആമേൻ. ഏലിയാവ് ആത്മാവിൽ സഞ്ചരിക്കുന്നവരാ. ദൈവാത്മാവിനെ നടത്തിപ്പുള്ളവൻ. അവനെ ഇവിടെ കണ്ടെങ്കിൽ, ബഥാനിയെ കണ്ടെങ്കിൽ ചിലപ്പോൾ ഗിൽഗാലിലായിരിക്കും അടുത്ത ചില നിമിഷങ്ങൾ. അന്ന് ദൈവാത്മാവ് അതുപോലെ എടുത്തുകൊണ്ട് പോകും. ഞാൻ പറയുന്നില്ല, അതുപോലൊക്കെ നമ്മൾ എടുത്തുകൊണ്ട് പോകണം. ഫിലിപ്പോസിനെയൊക്കെ ദൈവത്തിൻ്റെ ആത്മാവ് എടുത്തുകൊണ്ട് പോയി നമ്മൾ വായിക്കുന്ന പോലെ ദൈവാത്മാവിനെ ഏൽപ്പിച്ചു കൂടെ ചിലപ്പോൾ എടുത്തുകൊണ്ടൊക്കെ പോകുന്ന വിശ്വസിക്കുന്ന ആളാണ്. ഇപ്പോൾ UK ഒരു ഭാഗത്ത് ഞാൻ ഇരിക്കും, ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഹിതത്തിൽ പ്രകാരമാണെങ്കിൽ ദൈവനെ എടുത്തുകൊണ്ട് പോകും. അതൊക്കെ ദൈവത്തിൻ്റെ ഹിതത്തിലേക്ക് നമ്മൾ ഇട്ടുകൊടുക്കുക. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? അപ്പോൾ ഇന്ന് രാത്രി പറയുകയാണ്, ദൈവത്തിനാണ് പറയുക, ഇന്ന് രാത്രി ഇത് ഏൽപ്പിച്ചു കൊടുത്താട്ടെ. ഏലിയാവിൻ്റെ കൂടെ തട്ടിമുട്ടി ഉരുവ് നടന്ന ഏലീശയ്ക്ക് ഒരു കാര്യം അറിയാം, മറ്റ് ശിഷ്യന്മാരെ പോലെയല്ല ഏലീശ. പ്രൈസ് ലോർഡ്. ദൈവത്തിൻ്റെ ആത്മാവിനെ നടത്തിപ്പുള്ള വ്യക്തിയാണ് ഏലിയാവെന്ന് ഏലീശയ്ക്ക് നല്ലവണ്ണം അറിയാം. തുടക്കത്തിലേ മനസ്സിലായി. അതുകൊണ്ട് ഏലിയാവിനെ ദൈവത്തിൻ്റെ ആത്മാവ് എടുത്തുകൊണ്ട് പോകുവാൻ ഇങ്ങനെ ആ സമയം അടുത്ത് വന്നപ്പോൾ ഹല്ലേലൂയ, ഏലീശയുടെ ചങ്കടിപ്പ് അങ്ങോട്ട് കൂടുവാൻ തുടങ്ങി. ഏലീശയ്ക്ക് ഒരു കാര്യം പിടി കിട്ടി, ഈ അഭ്യാസം കൊണ്ടൊന്നും ശുശ്രൂഷയ്ക്ക് മുന്നേറുവാൻ സാധ്യമല്ല. മറ്റ് ശിഷ്യന്മാരെല്ലാം തിന്നുകുടിച്ച് തിമിർത്തവര് സുഖലോലുകളായി ജീവിക്കുമ്പോൾ ഏലീശ എന്ത് ചെയ്തു? ഏലിയാവിനെ വിട്ടുമാറാതെ അവൻ നടന്നു. പ്രൈസ് ലോർഡ്. യോർദാൻ കടന്നപ്പോൾ ഏലിയാവിനൊരു കാര്യം മനസ്സിലായി, ഇവൻ എന്നെ വിട്ടുമാറുന്ന ലക്ഷണമൊന്നുമില്ല. ഞാൻ നിങ്ങളിൽ നിന്ന് എടുത്തപ്പെടുന്ന മുമ്പേ ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്തു തരണമെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, നിന്റെ ആത്മാവിന്റെ ഇരട്ടി പങ്ക് എൻ്റെ മേൽ വരട്ടെ. മറ്റ് കാര്യങ്ങളൊന്നും ഏലീശ ചോദിച്ചില്ല. ഏലീശയെ പറ്റി നമുക്കിന് 12 ഏർക്കാളേക്ക് ഒറ്റയ്ക്ക് നിന്ന് ഉഴിഞ്ഞു മറിച്ച അജാനബാഹുമായ ശക്തനായ പ്രൈസ് ലോർഡ് അനാഖ്യമല്ലനായ ഒരു വ്യക്തിയായിരുന്നു. ആരോഗ്യ ദൃഢഗാത്രനായ വ്യക്തിയായിരുന്നു. അദ്ദേഹം വിളിച്ചു പറയുകയാണ്, അതുകൊണ്ടൊന്നും ഈ ശുശ്രൂഷയെ വിജയിക്കുവാൻ സാധ്യമല്ല. എനിക്ക് വേണ്ടുന്ന ആത്മാവിൻ്റെ ഇരട്ടി ശക്തിയാണ്, ആത്മാവിൻ്റെ നടത്തിപ്പാണ്. ഇന്ന് രാത്രി ദൈവമക്കളെ നോക്കി ഞാൻ ദൂത് കൈമാറട്ടെ. ദൈവമക്കളെ, നമുക്കെല്ലാം ഉണ്ടായിരിക്കാം. നമ്മുടെ ചുറ്റുപാടെല്ലാം അന്ന് നമുക്ക് അനുകൂലമായിരിക്കാം. എന്നാൽ ഇന്ന് രാത്രി പണവും പദവിയും പദ്ധതികളെല്ലാം നമ്മുടെ ലൈഫിലുണ്ടായിരിക്കാം. എന്നാൽ ഇന്ന് രാത്രി അതെല്ലാം മാറ്റിവെച്ചുകൊണ്ടെന്ന് പറയുവാൻ കഴിയുമോ? ഏലീശ പറഞ്ഞതുപോലെ നിന്റെ ആത്മാവിൻ്റെ ഇരട്ടി ശക്തി, ആ ഒരു നടത്തിപ്പ് എനിക്ക് വേണം. ഹല്ലേലൂയ. ഇപ്പം യോർദാൻ്റെ അപ്പുറയാണ് നിൽക്കുന്നത്. നമുക്കറിയാം, പ്രാർത്ഥനയോടുകൂടെ നിൽക്കുമ്പോൾ പ്രൈസ് ലോർഡ് അഗ്നിമയമായ രഥങ്ങൾ വന്ന് ഈ ഏലിയാവിനെ എടുത്തുകൊണ്ട് പോകുമ്പോൾ ഏലിയാവിൽ നിന്നൊരു പുതപ്പ് ഏലീശയുടെ മേൽ വീഴുകയാണ്. ഒരു വലിയ ശുശ്രൂഷയ്ക്കായി ദൈവം അവനെ എടുത്ത് ഉപയോഗിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു. ഏലിയാവ് ചെയ്ത അവസാനത്തെ മിനിസ്ട്രി ഏലീശ ആദ്യം ചെയ്ത് തൻ്റെ ശുശ്രൂഷയ്ക്കായി യഹോവയുടെ ശുശ്രൂഷ താൻ ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുന്നത്. അപ്പം നമുക്കറിയാവുന്നതുകൊണ്ട് പറയട്ടെ, അപ്പോൾ നമ്മുടെ ലൈഫിൽ നമുക്കുണ്ട ഒരു വലിയ ദൈവത്തിൻ്റെ നടത്തിപ്പാണ്, ദൈവാത്മാവിൻ്റെ നടത്തിപ്പാണ് നമ്മുടെ ലൈഫിലുണ്ടാകുന്നത്. പഴയ നിയമത്തിലൊരു വാക്യം നമ്മൾ പ്രകാരം വായിക്കുന്നുണ്ട്. ജെനസിസ് ചാപ്റ്റർ 41 അതിന് 38-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്, ദൈവാത്മാവുള്ള ഈ മനുഷ്യനെ പോലെ വേറൊരുവനെ കണ്ടുകിട്ടുമോ? ഉൽപ്പത്തി പുസ്തകം അതിൻ്റെ 41-ാം അധ്യായത്തിൻ്റെ 38-ാം വാക്യത്തിലാണ്. അപ്പോൾ പഴയ നിയമത്തിൽ ഒരു ജാതീയ രാജാവ് അല്ലെങ്കിൽ ഫറവോൻ പറയുന്ന ഒരു പദപ്രയോഗമാണ് നാം വായിച്ചത് 41-38. ദൈവാത്മാവുള്ള മനുഷ്യനെ പോലെ
ഒരുത്തിനെ കണ്ടുകിട്ടു. ദൈവമക്കളെ, നമ്മളെ നോക്കി ആരെങ്കിലും ഇങ്ങനെ പറയാറുണ്ടോ? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇന്ന് രാത്രി കർത്താവിൻ്റെ ആത്മാവ് ചോദിക്കുകയാണ്, ഇങ്ങനൊരു ലൈഫിൽ നമ്മുടെ ലൈഫ് നയിപ്പാൻ എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്? ഹല്ലേലൂയ. നമ്മുടെ ഇഷ്ടപ്രകാരം നാം ഇതുവരെ നടന്നു. ഹല്ലേലൂയ. എന്നാൽ കർത്താവിൻ്റെ ആത്മാവ് ഇന്ന് രാത്രി വളരെ ശക്തമായി വ്യക്തമായി പറയുന്നു, ദൈവാത്മാവ് നടത്തുന്നത് പോലെ നടക്കുവാൻ എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? ദൈവാത്മാവ് അരുളി ചെയ്യുന്ന പോലെ നടക്കുവാൻ എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? ദൈവാത്മാവിനെ അനുസരിച്ച് നടക്കുവാൻ എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? അങ്ങനെ ഉള്ളവരെ കർത്താവ് ഒരു പുതിയ ശുശ്രൂഷ പരമേൽപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. അങ്ങനെ കാത്തിരിക്കുന്നവരെ, ദൈവസനെ സമർപ്പിക്കുന്നവരെ, ഇന്ന് രാത്രിയിൽ വിധേയപ്പെടുത്തുന്നവരെ കർത്താവ് എന്ത് ചെയ്യാണ്? കർത്താവ് ഇന്ന് രാത്രി അനുഗ്രഹിക്കുക തന്നെ ചെയ്യും ദൈവമക്കളെ. അതുകൊണ്ട് കർത്താവ് ഇന്ന് രാത്രി നമ്മൾ പറയുന്ന ഇതാണ്, ആത്മാവിനെ നാം അനുസരിച്ച് നടക്കുവാനിടയായി തീരട്ടെ. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുവാനിടയായി തീരട്ടെ. ഈ വചനം ഞാൻ കൈമാറുമ്പോൾ ദൈവമക്കളെ, നമ്മുടെ ലൈഫിൽ വലിയൊരു ചേഞ്ച് ഉണ്ടാകുവാനിടയായി തീരണം. വിലാപങ്ങളുടെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്ന പ്രകാരം, യഹോവേ, ഞങ്ങൾ മടങ്ങി വരേണ്ടതിന് ഞങ്ങളെ നിങ്കിലേക്ക് മടക്കി വരുത്തേണമേ. ഞങ്ങൾക്ക് പണ്ടത്തെ പോലൊരു നല്ല കാലം, ഞങ്ങളുടെ ലൈഫ് ഒരു നല്ല കാലം ഉണ്ടായിരുന്നു. ദൈവാത്മാവിന് ഹിതപ്രകാരം, ദൈവത്തിൻ്റെ ആലോചന പ്രകാരം ഞങ്ങൾ നടന്നവരാണ്. എന്നാൽ സഭയെ നോക്കി കർത്താവ് ഇങ്ങനെ നോക്കിയുക. പ്രൈസ് ദി ലോർഡ്. ഓപ്പൺ ദ ഡോർ. ഞാൻ മുട്ടുന്നു. പ്രൈസ് ദി ലോർഡ്. ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവരോടുകൂടെ അത്താഴം കഴിക്കും. ഇന്ന് രാത്രി നമ്മുടെ ഹൃദയത്തിന് ശ്രീകോവിൽ ദൈവത്തിൻ്റെ ആത്മാവ് തട്ടിക്കൊണ്ടിരിക്കുക. ചില ഹൃദയങ്ങൾ ഇന്ന് രാത്രി രക്താംബരം വിറ്റവളായ ലുദിയുടെ ഹൃദയത്തെ തുറന്നതുപോലെ ദൈവത്തിൻ്റെ ആത്മ ചില ഹൃദയങ്ങളെ ഇന്ന് രാത്രി തുറന്നുകൊണ്ടിരിക്കുക. ആമേൻ, 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 ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ആത്മാവ് അതിശക്തമായിട്ട് ഇന്ന് രാത്രി നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവാത്മാവിൻ്റെ നടത്തിപ്പിലേക്ക് ഇതുവരെ നമുക്ക് വരുവാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ, ആമേൻ, കർത്താവ് പറയുന്നു, നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവായ യേശു കർത്താവ് പോലും ആത്മാവിൽ നടന്നതുപോലെ നമുക്കും ആത്മാവിൻ്റെ ഹിതപ്രകാരം നമുക്കൊന്ന് നടക്കുവാനിടയായി തീരട്ടെ. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരിക്കൽ കൂടെ നമ്മുടെ കരങ്ങൾ ഉയർത്തി കർത്താവിനെ നമുക്ക് സ്തുതിക്കുവാനിടയായി തീരട്ടെ. ആത്മാവിൽ ഈ ദിനങ്ങളിൽ ഞാനും പ്രാർത്ഥിക്കുന്നതാണ്, കൂടുതലായി ദൈവത്തിൻ്റെ ആത്മാവ് എന്ത് നമ്മളോട് അരുളി ചെയ്യുന്നുവോ അതിന് പ്രകാരം നമ്മളെ തന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്ത്, കർത്താവെ, അങ്ങ് എന്താണ് ആഗ്രഹിക്കുന്നത്? അതിന് പ്രകാരം എൻ്റെ ലൈഫ് ഞാൻ മുമ്പോട്ട് പോകാൻ ആഗ്രഹിക്കുകയാണ്. നമ്മൾ വായിച്ച പ്രകാരമാണ് ലൂക്കോസ് സുവിശേഷത്തിൻ്റെ 4-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം, അതിൻ്റെ 12-ാം വാക്യം. പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി, യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യോർദാൻ വിട്ടു മടങ്ങി. ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നടത്തി. പിശാച് അവനെ 40 ദിവസം പരീക്ഷിച്ചു കൊണ്ടിരുന്നു. ദൈവമക്കളെ, എത്ര പരീക്ഷകളുടെ പിശാച് നമ്മുടെ മുമ്പിൽ കൊണ്ടുവരട്ടെ. നീ ആത്മാവിൽ നടത്തപ്പെടുന്നൊരു വ്യക്തിയാണോ? നിന്നെ പരാജയപ്പെടുത്തും ഈ ലോകത്തിലെ ഒരു ശക്തിക്കും ഒരു വ്യക്തിക്കും കഴിയത്തില്ല. ബിക്കോസ് നിങ്ങൾ ദൈവത്തിൻ്റെ ആത്മാവിനാൽ നടത്തപ്പെടുന്ന വ്യക്തിയാണ്. ഒരു ദൂത് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ രാത്രി ദൈവസഭയോട് പറയുവാൻ ഈ കൂടിവന്ന ദൈവം കൊണ്ട് പറയുന്നു. പ്രാർത്ഥിക്കുന്ന ഏലീശ പ്രവാചകനെ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ സകലത് വെളിപ്പെടുത്തി കൊടുക്കാറുണ്ട്. ആമേൻ. ശത്രു എത്ര പ്രബലനായാലും, ശത്രു എത്ര വാടകൂരിയാലും, ശത്രു എത്ര ശക്തമായിട്ട് തനിക്കെതിരായി തൻ്റെ ആ ഒരു രാജ്യത്തിനെതിരെ കടന്നു വന്നാലും പ്രാർത്ഥിക്കുന്ന അല്ലെങ്കിൽ ദൈവാത്മാവിൽ നടത്തപ്പെടുന്ന ഏലീശയ്ക്ക് ഒരു കാര്യം അറിയാം. പ്രൈസ് ദി ലോർഡ്. ശത്രു ഞങ്ങൾക്കെതിരായി അവൻ കെണി ഒരുക്കിയിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇസ്രായേൽ മക്കൾക്കെതിരായി വരുന്ന ശത്രുവിൻ്റെ തന്ത്രങ്ങളെ പ്രാർത്ഥിക്കുന്ന ഏലീശയ്ക്കറിയാം. ആമേൻ. അപ്പോൾ ശത്രു ഉണ്ടാക്കുന്ന സകല പദ്ധതികളെയും, അവൻ്റെ കെണികളെ, അവൻ്റെ വല, അവനൊരുക്ക് സകല ആയുധങ്ങളും മുൻകൂട്ടി അഭിഷേകമുള്ള ഏലീശയ്ക്കറിയാം. പ്രാർത്ഥിക്കുന്നവനറിയാം, ആത്മനിയോഗത്തിൽ നടക്കുന്നവനറിയാം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ശത്രു എന്താണ് യുദ്ധം ചെയ്യുവാൻ വരുന്നതിന് മുമ്പ് ഏലീശയ്ക്ക് ഇതെല്ലാം ദൈവത്തിൻ്റെ ആത്മാവ് വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആരാണ് നമ്മുടെ പക്ഷത്ത് ആരെങ്കിലും ചെന്ന് ഇത് ഒറ്റിക്കൊടുക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ആരെങ്കിലും നമ്മളെ ചതിക്കുന്നുണ്ടോ? ഞാൻ നോ, അങ്ങനല്ല. അവിടെ അഭിഷേകമുള്ള ഒരുത്തനുണ്ട്. ഓ, പ്രൈസ് ദി ലോർഡ്. അവിടെ അഭിഷേകമുള്ള, അധികാരമുള്ള, ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഹിതപ്രകാരം നടത്തുന്ന ഒരു വ്യക്തിയുണ്ട്. ഇന്ന് രാത്രി ദൈവത്തിൻ്റെ ആത്മാവിനോട് പറയുന്ന ആ ദൂതിലൂടെ ചിലരോട് ദൈവത്തിൻ്റെ ആത്മാവ് ഇടപെടുകയാണ്. പെട്ടെന്ന് ഹോളി സ്പിരിറ്റിൻ്റെ ഹൃദയത്തിലേക്ക് തന്നൊരു ദൂതാണ് കൈമാറുന്നത്. ഇന്ന് രാത്രിയിൽ പ്രാർത്ഥിക്കുന്നവരെ, ആത്മാവിൻ്റെ തിരുഗത പ്രകാരം നടക്കുന്നവരെ, ദൈവാത്മാവിൻ്റെ ആലോചന പ്രകാരം നടക്കുവാൻ ആഗ്രഹിക്കുന്നവരോട് ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു, നിന്നെ തോൽപ്പിക്കുവാൻ ഒരു ശത്രുവിനും കഴിയത്തില്ല. ജീസസ്. വിശ്വസിക്കുന്നവരെ മാത്രം ആ കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിപ്പാനിടയായി തീരട്ടെ.
ഉടറകമലറക ശന്തൽക്കരാദിയും തിരുന്ന് രാത്രിയിൽ ആമേ സമയം തീരുകയാണ്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ആഗ്രഹിക്കും. ദൈവാത്മാവിൻ്റെ നടത്തിപ്പ് നമ്മുടെ ലൈഫിൽ ഉണ്ടാകണം. ഒന്ന് ഏറ്റു പറയുവാൻ എത്ര പേര് തയ്യാറാണ്? കർത്താവെ, പലപ്പോഴും ദൈവാത്മാവിനോട് അരുളി ചെയ്തിട്ടുണ്ട്. യോനെ പോലെ നീ നിനവയിലേക്ക് പോകാൻ പറഞ്ഞപ്പോൾ ഞാൻ കപ്പൽ കയറി പ്രൈസ് ലോർഡ് ഞാൻ എന്ത് ചെയ്യുക, തർശീശിലേക്ക് പോയിട്ടുണ്ട്. പരാജയങ്ങൾ ഒട്ടനവധി ഞാൻ കണ്ടിട്ടുള്ളവനാണ്. ദൈവാത്മാവ് പലപ്പോഴായി എന്നോട് പറഞ്ഞിട്ടും ആ ദൈവത്തിൻ്റെ തിരുഹിത പ്രകാരം നടക്കുവാൻ കഴിയാതെ കർത്താവെ എൻ്റെ ലൈഫിൽ പലതവണ വീഴ്ചകളും താഴ്ചകളും ഉണ്ടായിട്ടുണ്ട്. എന്നാൽ കർത്താവ് ഇന്ന് രാത്രിയിൽ നിന്നിലേക്ക് ഞാൻ അടുത്ത് വരുവാൻ ആഗ്രഹിക്കുകയാണ്. എത്ര പേര് ഇന്ന് രാത്രി ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുവാൻ തയ്യാറാണ്? ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. രക്തതാജികൻ എല്ലാ പ്രിയപ്പെട്ടവർ ദൈവത്തിൽ നിന്ന് പ്രാർത്ഥിച്ചാട്ടെ. കർത്താവെ, ഇന്ന് രാത്രി അവിടുന്ന് എന്നോട് സംസാരിക്കുമാറാകണമേ. ഹാലേലൂയ. അവിടുത്തെ ആലോചനയാൽ എന്നെ നിറച്ചാട്ടെ കർത്താവെ. ഹാലേലൂയ, ഹാലേലൂയ, ഹാലേലൂയ. ഒന്ന് പ്രാർത്ഥിക്കുവാൻ കണ്ണുകളുടെ ദൈവത്തിൽ നടച്ചാട്ടെ. ഞാൻ നിങ്ങോട്ട് പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഹോളി സ്പിരിറ്റ് ഇന്ന് രാത്രിയിൽ ചില വ്യക്തികൾ വളരെ ശക്തമായി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിൻ്റെ ആത്മാവ് വളരെ ശക്തമാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാത്രിയിൽ ആത്മാവിൽ നിന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഹാലേലൂയ, 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 ഹാലേലൂയ. കർത്താവേ, അവിടുത്തെ സാന്നിധ്യം എൻ്റെ മേൽ പകരുമാറാകണമേ കർത്താവേ. അവിടുത്തെ സാന്നിധ്യം എൻ്റെ മേൽ പകരുമാറാകണമേ കർത്താവേ. ഹാലേലൂയ. ഒരു പാട്ടിൻ്റെ ഈരിൽ നമ്മൾ ഇപ്രകാരം പാടുന്നുണ്ട്. കർത്താവേ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആത്മാവാം വഴികാട്ടി എന്നെ സദാ നടത്തി കൊണ്ടുപോകും വാനത്തിൽ കൂടെ. സാവധാനത്തിൽ ക്ഷീണരെ സന്തോഷിപ്പിൻ, തനിമ്പം മൊഴി കേൾപ്പിൻ, സഞ്ചാരി നീ കൊടുവ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി കർത്താവിന് നമുക്കൊന്ന് ദൈവസന്നിധിയിലേക്ക് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ തിരുഹിത പ്രകാരം ഒന്ന് ഏൽപ്പിച്ച് കൊടുക്കുവാനിടയായിത്തീരും. ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. എല്ലാവരും കണ്ണുകളടച്ചൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഐ വുഡ് ലൈക്ക് ടു പ്രേ എവ്രിവൺ. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രി എന്നെ തന്നെ ഈ വചനത്തിന് മുമ്പാകെ ഏൽപ്പി എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. കർത്താവെ, ദൈവാത്മാവിൽ ഞാൻ നടക്കുവാൻ ആഗ്രഹിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, നാം ദൈവത്തിൻ്റെ മന്ദിരമൊന്നും ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന നാം അറിയുന്നില്ലയോ? ഹല്ലേലൂയ. ആ ദൈവാത്മാവിൻ്റെ പ്രൈസ് തിരുഹിത പ്രകാരം ഒരു നടത്തിപ്പ് നമ്മുടെ ലൈഫിൽ ഉണ്ടാകട്ടെ. ദൈവാത്മാവിൻ്റെ നടത്തിപ്പ് നമ്മുടെ ലൈഫിൽ ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. യേശു എങ്ങനെയൊക്കെ ദൈവാത്മാവിൻ്റെ നടത്തിപ്പിൽ ദൈവാത്മാവിൻ്റെ നിയോഗത്തിൽ ശുശ്രൂഷ ചെയ്തുവോ അതുപോലെ തന്നെ നമ്മുടെ ലൈഫിൽ ഒരു വലിയ ചേഞ്ച്, ഒരു മാറ്റം ശുശ്രൂഷയിലാകട്ടെ, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിലാകട്ടെ, എല്ലാ ഇടങ്ങളിലും നമ്മുടെ പുതുതലമുറയെല്ലാം ആത്മാവിൻ്റെ നടത്തിപ്പിലായി തീരട്ടെ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ആമേൻ. കർത്താവേ, ഞങ്ങൾ അങ്ങ് സ്തുതിക്കുകയാണ്. ആത്മാവാ വഴി കാട്ടി എന്നെ സദാ നടത്തി കൊണ്ടുപോകും വാനത്തിൽ കൂടെ സാവധാനത്തിൽ ക്ഷീണരെ സന്തോഷിപ്പിൻ. യോടെ സ്തോത്രം ചെയ്യുന്ന ഇന്ന് രാത്രിയിൽ പ്രൈസ് ദി ലോർഡ് ഒരിക്കൽ കൂടെ കർത്താവിനെ ഞാൻ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. നമ്മുടെ കരങ്ങളെ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ട്. ഇന്ന് രാത്രിയിൽ കർത്താവെ, അവിടുത്തെ ആത്മാവ് എന്നെ നടത്തുമാറാകണമേ. പ്രൈസ് എല്ലാവരും കരങ്ങൾ ഉയർത്തിപ്പിടിച്ചാട്ട്. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ ഈ മീറ്റിങ്ങിലുള്ള എല്ലാ പ്രിയപ്പെട്ട കരങ്ങൾ ഉയർത്തിപ്പിടിച്ചെന്ന് പ്രാർത്ഥിച്ചാട്ട്. ഹോളി സ്പിരിറ്റ് ഇന്ന് രാത്രി ചിലരെ തൊട്ടുകൊണ്ടിരിക്കുക. ഞാനത് അനുഭവിക്കുന്നു. ഈ റൂമിൽ ഇരുന്നുകൊണ്ട് ഹോളി സ്പിരിറ്റ് ചിലരെ ഇന്ന് രാത്രിയിൽ അധരത്തെ തൊടുകയാണ്. ചിലരെ കാതുകളെ ദൈവാത്മാവ് തൊടുകയാണ്. ദൈവശബ്ദം ഇന്ന് രാത്രി ദൈവത്തിൻ്റെ ആത്മാവ് കേൾപ്പിക്കുകയാണ്. മകനെ മകളെ എന്ന് വിളിച്ചുകൊണ്ട് ചില ആലോചനകൾ ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് രാത്രി കൈമാറുക ശക്തിയോടെ.
എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. കർത്താവേ, ആമേൻ. യേശു കർത്താവ് എങ്ങനെ ആത്മാവിൽ നടന്നു പോ അതുപോലെ കർത്താവേ യേശു ക്രിസ്തുവിൻ്റെ സ്വഭാവം, അതേ സ്വഭാവം എൻ്റെ ലൈഫിലും ഉണ്ടാകട്ടെ കർത്താവേ. യേശുവിൻ്റെ ശിഷ്യന്മാർ എങ്ങനെ ആത്മാവിൽ നടന്നു പോ അതുപോലെ എനിക്കൊന്ന് നടക്കണം കർത്താവേ. ഹല്ലേലൂയ. പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധം വരുത്തി തരുന്ന ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ നടത്തിപ്പ് എൻ്റെ ലൈഫിൽ കൂടുതലായി ഉണ്ടാകട്ടെ കർത്താവേ. അന്ത്യം വരെയും കർത്താവേ അങ്ങയുടെ ആലോചന പ്രകാരം നടക്കുവാൻ എന്നെ തന്നെ ഏൽപ്പിച്ച് തരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് രാത്രി ഒരുമിച്ച് നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. കർത്താവേ, നന്ദിയോടെ സ്തോത്രം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഇന്നലെ രാത്രി വേളയ്ക്കായ കർത്താവേ ഞങ്ങളങ്ങ് സ്തുതിക്കുന്നു, വാഴ്ചൊന്ന് മുഖത്തപ്പെടുത്തുന്നു കർത്താവേ. കർത്താവ് ദൈവമേ, ഇന്ന് രാത്രിയിൽ ഈ മീറ്റിങ്ങിൽ ആയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം ചെയ്യുന്നു. ഗോഡ് ഈസ് ലവ് എന്ന ഈ അനുഗ്രഹീതമായ മീറ്റിംഗിൽ, ഈ 58ാമത്തെ ഇൻ്റർനാഷണൽ ഓൺലൈൻ മീറ്റിങ്ങിലായിരിക്കുന്ന എല്ലാ ദൈവദാസന്മാരെയും എല്ലാ ദൈവദാസിമാരെ ദൈവമക്കളെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. അവർക്ക് ഇന്ന് രാത്രി കർത്താവ് ഇതുവരെ ദൈവവചനത്തിന് മുമ്പായി ആരും ദൈവം സഹായിച്ചല്ലോ. കർത്താവ് കേട്ട വചനപ്രകാരം ദൈവത്തിൻ്റെ ആത്മാവിനാൽ യേശു നടന്നു എന്ന് ഞങ്ങൾ വായിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവെ, ഞങ്ങളുടെ ശുശ്രൂഷയിൽ ദൈവത്തിൻ്റെ ആത്മാവിൽ നടക്കുവാൻ, ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഹിതപ്രകാരം ഞങ്ങൾക്ക് കർത്താവ് മുമ്പോട്ട് പോകുവാൻ, ജയകരമായ ഒരു ശുശ്രൂഷ ചെയ്തെടുപ്പാൻ ദൈവത്തിൻ്റെ ആത്മാവ് ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവദാസന്മാരെ, ദൈവദാസിമാരെ, ദൈവമക്കളെല്ലാം ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി വിശേഷാൽ കർത്താവെ, ഹല്ലേലൂയ, ഈ ഗോഡ് ഈസ് ലവ് ഈ പ്രയർ മീറ്റിങ്ങിനെ ഇത്രത്തോളം ദൈവം അനുഗ്രഹിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ ദാസി സിജി ഡെന്നിസിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ ദാസൻ ഡെന്നിസിനെ പ്രാർത്ഥിക്കുന്ന കർത്താവെ, അദ്ദേഹത്തെ കർത്താവെ പ്രിയ കർത്താവിൻ്റെ ദാസനെ, ദാസിയെയും പൈതലിനെയൊക്കെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഹല്ലേലൂയ. കർത്താവ് ഈ മീറ്റിങ്ങിനെ എത്രത്തോളം അനുഗ്രഹിച്ചല്ലോ, നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ആമേൻ, ആമേൻ, ആമേൻ. ഇന്ന് രാത്രി കർത്താവെ വരും ദിവസം നടക്കുന്ന നല്ല മീറ്റിംഗ് ഏറ്റവും അനുഗ്രഹമായി തീരുമാറാകട്ടെ. ഹല്ലേലൂയ. കഴിഞ്ഞ നാളുകളിൽ ശുശ്രൂഷ കർത്താവിൻ്റെ ദാസന്മാരെ വർഷിപ്പ് ലീഡ് ചെയ്ത് പ്രിയപ്പെട്ടവർ എല്ലാവരും ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുകയാണ്. ആമേൻ. കർത്താവെ, ഇന്ന് രാത്രിയിൽ കൂടി വന്ന നല്ല ദൈവമക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നവർ, ആത്മീയവും സാമ്പത്തികവും ശാരീരികവും മാനസികവുമായ സകല വിഷയത്തിന്മേൽ കർത്താവ് അത്ഭുതം പ്രവർത്തിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ആരെങ്കിലും ശാരീരികമായി വളരെ ഭാരത്തോടും പ്രയാസത്തോടും ആയിരിക്കും അവരെ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിച്ച് സൗഖ്യം കൽപ്പിക്കുന്ന കർത്താവേ. സ്വർഗീയമായ സമാധാന സന്തോഷം ഞങ്ങളുടെ മേൽ പകരുമാറാകണമേ കർത്താവേ. അവിടെ ഞങ്ങൾ വരവനവരുടെയും പ്രത്യാശയും നൽകണം. സകലമാനോ മുഖത്തും പുകഴ്ചയും അങ്ങേക്ക് പ്രാർത്ഥനകളും യാചനം കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ. കർത്താവിൻ്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരിക്കൽ കൂടെ എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഇന്ന് രാത്രി ഒരുപാട് സന്തോഷമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി നിങ്ങളോടൊപ്പം ആയിരിക്കാൻ ദൈവം നൽകി തന്ന ഈ നല്ല ശ്രേഷ്ഠകരമായ അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ വചനം സംസാരിപ്പാനൊക്കെ ദൈവം എളിയവനെ പ്രൈസ് ഇന്ന് രാത്രി ഒരുക്കിയതിനായി സ്തോത്രം. കർത്താവിൻ്റെ ദാസി സിസ്റ്റർ സിജി ഡെന്നി അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ പ്രൈസ് ദി ലോർഡ് ഹസ്ബൻഡായിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ ഡെന്നിയെ ഓർത്ത് കർത്താവിന് സ്തോത്രം. പൈതലിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്ന ഈ മിനിസ്ട്രിയെ ഇത്രത്തോളം ദൈവം മാനിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. ഒരിക്കൽ കൂടെ എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയുടെ നന്ദിയും സ്നേഹവും അറിയിച്ചുകൊണ്ട് ഞാൻ ഇപ്പോൾ ഇവിടെ എൻ്റെ ശുശ്രൂഷ ഞാൻ വിരാമം കുറിക്കുന്നു. മേ ഗോഡ് ബ്ലസ് യു ഓൾ. താങ്ക് യു.